രോഗികളെ സൗഖ്യമാക്കുവാനുള്ള അധികാരത്തെ പകർന്ന് കർത്താവ് ദേശങ്ങളിലേക്ക് അയച്ചു. അവർ പോയ ഇടങ്ങളിലൊക്കെയും വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും സംഭവിക്കുന്നത് കണ്ടിട്ട് അവർ സന്തോഷത്തോടെ, വളരെ സന്തോഷത്തോടെ, പോയതിലും അധികം, ഒരുപക്ഷെ പോയത് എൻ്റെ ഒരു ചിന്തയിൽ നിന്ന് പറയുകയാണെങ്കിൽ പലപ്പോഴും മടിച്ചും അറച്ചും ഒക്കെ ആയിരുന്നായിരിക്കാം അവർ കടന്നുപോയേ. കാരണം എങ്ങനെ ആയിത്തീരുമെന്ന് നമുക്കറിയില്ല. കർത്താവ് പോയപ്പോൾ അത്ഭുതം നടന്നു. കർത്താവ് കൈവച്ചപ്പോൾ രോഗികൾ സൗഖ്യമായി. കർത്താവ് പ്രാർത്ഥിച്ചപ്പോൾ കുരുടന്റെ കണ്ണു തുറന്നു, കുഷ്ഠരോഗികൾ സൗഖ്യമായി. കർത്താവിനെ തൊട്ടപ്പോൾ രക്തസ്രവക്കാരിയായ സ്ത്രീയുടെ രക്തസ്രവം നിന്നു. മരിച്ച പെൺകുട്ടിയെ കർത്താവ് ഉയർപ്പിച്ചു. കൈപിടിച്ച് എഴുന്നേൽപ്പിച്ചപ്പോൾ ഉയർത്തെഴുന്നേറ്റു. അപ്പോ ഇങ്ങനെ അത്ഭുതങ്ങളും അടയാളങ്ങളും കർത്താവ് പോയപ്പോൾ സംഭവിച്ചു. അപ്പോ തങ്ങളും പോയാൽ അങ്ങനെ സംഭവിക്കുമോ, എങ്ങനെയാകും ഒരുപക്ഷെ എന്ന ചിന്തയോടെ, ചിന്താഭാരത്തോടെ, കൺഫ്യൂഷനോടെയൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ അവർ കടന്നുപോയേ. പക്ഷെ അവർ പോയിട്ട് മടങ്ങി വന്നപ്പോ പോയത് എങ്ങനെയായാലും അതിനേക്കാൾ വളരെ സന്തോഷത്തോടെയാണ് അവർ മടങ്ങി വന്നത്. മടങ്ങി വന്ന അവർ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങുന്നു, രോഗികൾ സൗഖ്യമാകുന്നു. അവർ പറഞ്ഞ പദം ഇങ്ങനാണ്, കർത്താവേ, ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങുന്നു, രോഗികൾ സൗഖ്യമാകുന്നു. അവർ അവരുടെ കരങ്ങളിലൂടെ നടന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട് സന്തോഷത്തോടെ തൃപ്തരായിട്ട് അവർ ഓടി കർത്താവിന്റെ അടുക്കലേക്ക് മടങ്ങി വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ. പക്ഷെ കർത്താവ് പറഞ്ഞു, രോഗികൾ സൗഖ്യമാകുന്നതിലോ ഭൂതങ്ങൾ പുറത്താകുന്നതിലോ അല്ല നിങ്ങൾ സന്തോഷിക്കേണ്ടത്. കാരണം സാത്താന്റെ വീഴ്ച ഞാൻ കണ്ടതാ. അവൻ ആകാശത്ത് നിന്നും മിന്നൽ പിണർ പോലെ താഴേക്ക് പതിക്കുന്ന കാഴ്ച ഞാൻ കണ്ടതാ. പക്ഷേ നിങ്ങൾ അതിലല്ല സന്തോഷിക്കണ്ടേ. ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല നിങ്ങൾ സന്തോഷിക്കണ്ടേ. സ്വർഗരാജ്യത്തിൽ നിങ്ങളുടെ പേര് എഴുതിയിരിക്കുന്നതിൽ അത്രേ നിങ്ങൾ സന്തോഷിപ്പിൻ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. അപ്പോ ഇന്ന് കർത്താവിന്റെ സന്നിധിയിൽ ഇരുന്ന് കർത്താവിന്റെ വചനത്തെ കേൾക്കുവാൻ, കർത്താവേ എന്ന് ഹൃദയം കൊണ്ട് വിളിക്കുവാൻ, ആ യേശുവിനെ സ്നേഹിക്കുവാൻ, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ ഒക്കെ നമുക്ക് കഴിയുന്നെങ്കിൽ അതിന്റെ പൊരുൾ ഒന്നേ ഉള്ളൂ, എന്റെയും നിങ്ങളുടെയും പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നു. വചനം പറയുന്നു, പിതാവ് ആകർഷിക്കാതെ ആർക്കും പുത്രന്റെ അടുക്കൽ വരാൻ കഴിയുകയില്ല. പുത്രന്റെ സന്നിധിയിൽ അടുക്കൽ വരാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ, ആമേൻ. അപ്പോ പിതാവ് ആകർഷിക്കാതെ ആർക്കും പുത്രന്റെ സന്നിധിയിൽ വരാൻ കഴിയുകയില്ല. അപ്പൊ പുത്രന്റെ സന്നിധിയിൽ വന്ന് പുത്രനെ ആരാധിക്കുവാൻ, പുത്രനെ മഹത്വപ്പെടുത്തുവാൻ, പുത്രന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുവാൻ, പുത്രനോട് സംസാരിക്കുവാൻ, പുത്രന്റെ ആത്മാവിനെ പ്രാപിക്കുവാൻ ഒക്കെ നമുക്ക് കൃപ ലഭിച്ചെങ്കിൽ അതിന്റെ പിന്നിലെ രഹസ്യം എന്ന് പറയുന്നത്, പിന്നിലെ കാരണം എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ, സ്വർഗരാജ്യത്തിൽ നമ്മുടെയും പേര് എഴുതിയിരിക്കുന്നു. എത്ര പേർക്ക് അതിൽ സന്തോഷമുണ്ട്. ഹല്ലേലൂയ. പലയിടങ്ങളിലും പോയപ്പോ, നിങ്ങൾ എന്നെ കേൾക്കുന്ന ആരൊക്കെയോ അല്ലെങ്കിൽ എന്നെ കേൾക്കാനിരിക്കുന്ന ആരൊക്കെയോ ആ ഒരു അനുഭവത്തിലൂടെ പലയിടങ്ങളിലും പേരെഴുതി കാണാൻ, ചില ഇടങ്ങളിലൊന്ന് ഇരിക്കാൻ, മറ്റുള്ളവരുടെ മുന്നിലൊന്ന് മാനിക്കപ്പെടാൻ, അങ്ങനെയൊക്കെ വലിയ ആഗ്രഹത്തോടുകൂടെ പോയിട്ടും പലയിടങ്ങളിലും അതൊന്നും ലഭിക്കാതെ, ഒരുപക്ഷെ നിങ്ങൾക്ക് അർഹതപ്പെട്ട പരിഗണന പോലും ലഭിക്കാതെ, നിങ്ങളുടെ പേരെഴുതി കാണാതെ വേദനയോടെ മടങ്ങി വന്നവർ ഒരുപക്ഷെ എന്നെ കേൾക്കുന്നവരുണ്ടായിരിക്കാം. പക്ഷെ അവരെ നോക്കി ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, മനുഷ്യരുടെ പുസ്തകത്തിൽ നിങ്ങളുടെ പേര് ഇല്ലേലും, മനുഷ്യരുടെ രജിസ്റ്ററിൽ നിങ്ങളുടെ പേര് ഇല്ലേലും, സ്വർഗരാജ്യത്തിലെ രജിസ്റ്ററിൽ നിങ്ങളുടെ പേരുണ്ട്. അവിടെ നിങ്ങളുടെ പേര് മുന്നമേ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. വേദപുസ്തകം പറയുന്നു, ഒരുവൻ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുന്നമേ ഞാൻ നിന്നെ കണ്ടു. ഹല്ലേലൂയ. നിങ്ങൾ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുന്നമേ എന്നെയും നിങ്ങളെയും കണ്ട, അറിഞ്ഞ, തിരിച്ചറിഞ്ഞ, എന്റെയും നിങ്ങളുടെയും പേര് ചൊല്ലി വിളിക്കുന്ന ഒരു സ്വർഗസ്ഥനായ പിതാവ് നമുക്കുണ്ട്. ഹല്ലേലൂയ. ആ നല്ല പിതാവിനെ കിട്ടിയ ദൈവത്തിന്റെ മക്കൾ കരങ്ങളെ തട്ടി ദൈവത്തെ ഒന്ന് സ്തുതിച്ച്, ആ പിതാവിനെ ഒന്ന് സ്തുതിച്ച്, ചിരിച്ചുകൊണ്ട് നല്ല പിതാവിനെ കിട്ടിയ ആ സന്തോഷത്തിൽ തുള്ളിച്ചാടിക്കൊണ്ട് നിങ്ങൾ അതാത് ഇടങ്ങളിൽ, ഒരുപക്ഷെ എന്നെ കാണുമ്പോൾ നിങ്ങൾ വാഹനത്തിലായിരിക്കാം,
ഒരുപക്ഷെ നിങ്ങൾ എന്നെ കാണുമ്പോൾ ഭവനത്തിലായിരിക്കാം, ജനത്തിരക്കിനിടയിലായി, എവിടെയായാലും നിങ്ങൾ ആയിരിക്കുന്ന ഇടത്തിൽ മതിമറന്ന് ഹല്ലേലൂയ ദാവീദ് ദൈവത്തെ ആരാധിച്ചു. ദാവീദ് ദൈവത്തെ ആരാധിക്കുമ്പോ താൻ രാജാവാണ്, രാജാവിനോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി ദാസരൂപമെടുത്ത് തന്നെ താൻ ഒഴിച്ച് തന്നെ താൻ താഴ്ത്തി ഈ മാനവവർഗത്തിന്റെ ഇടയിലേക്ക് ഒരു സാധാ മനുഷ്യനെ പോലെ ഇറങ്ങി വന്നതുപോലെ നമ്മുടെ ദൈവത്തിന്റെ അഭിഷിക്തനായ ദാവീദും താൻ രാജാവായിരിക്കെ ആ രാജാവിനോടുള്ള സമത്വമൊന്നും, ആ രാജപദവിയോടുള്ള സമത്വമൊന്നും മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ജനത്തിന്റെ നടുവിൽ ഇറങ്ങി വന്ന് ഒരു സാധാരണ മനുഷ്യനെ പോലെ ആ പെട്ടകത്തിന്റെ മുന്നിൽ, പെട്ടകം കൊണ്ടുവരുമ്പോ പെട്ടകത്തിന്റെ മുന്നിൽ നിന്ന് സർവശക്തനായ ദൈവത്തെ തുള്ളി ചാടി ആരാധിച്ചു. ഹല്ലേലൂയ. നമ്മൾ